ഇവിടെ ഒരാൾ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുഴിയിൽപ്പെട്ട് കുഞ്ഞു മനുഷ്യരുടെ ലോകത്ത് വന്നെത്തുന്നു. ആദ്യം അയാളെ കണ്ട അവിടെയുള്ള ജനങ്ങൾ രാക്ഷസനാണെന്ന് വിചാരിച്ച് അയാളെ തടവിലാക്കുന്നു. പക്ഷെ രാജകുമാരിയെയും രാജാവിനെയും ആപത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് അയാളെ അവർ ഒരു ഹീറോയായി കാണുന്നു. അങ്ങനെ അയാളെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ശത്രുക്കൾ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നു. ഉടനെ രാജാവ് അയാളോട് അവരെയെല്ലാം നശിപ്പിക്കാൻ പറയുന്നു. പക്ഷെ അയാൾക്ക് അവരെ ഉപദ്രവിക്കാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ വെള്ളത്തിൽ കൈയിട്ടടിച്ച് ശത്രുക്കളോട് ഫൈറ്റ് ചെയ്യുന്നതായി ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുന്നു. പക്ഷെ ശത്രുക്കൾ അയാൾക്ക് നേരെ പീരങ്കി ആക്രമണം നടത്തുന്നു. എന്നാൽ പീരങ്കി ഉണ്ടകളൊന്നും അയാൾക്ക് മുന്നിൽ ഒന്നുമല്ല. അതെല്ലാം അയാളുടെ വയറിൽ ഒട്ടിയിരിക്കുന്നു. അതിനുശേഷം അയാൾ ഒന്ന് പുഷ് ചെയ്തതും എല്ലാ പീരങ്കി ഉണ്ടകളും കപ്പലുകൾക്ക് നേരെ തെറിച്ചു പോകുന്നു. ദേഷ്യം വന്ന അയാൾ എല്ലാ കപ്പലുകളുടെയും കയർ പിടിച്ച് കടലിനക്കരയ്ക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അയാൾ ആ രാജ്യത്തെ രക്ഷിക്കുന്നു. ഇത് കണ്ട രാജാവ് സന്തോഷത്തിൽ അയാൾക്കൊരു ബേസ്ബോൾ ടേബിൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ റിയൽ മനുഷ്യരാണ് പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. അതിനുശേഷം സൈനികരെ കൊണ്ട് അയാൾക്ക് ബോഡി മസാജ് ചെയ്യിക്കുന്നു. അയാൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സൈനികരെ കൊണ്ട് ചെയ്യിക്കുന്നു. പക്ഷെ ഇതൊന്നും ആർമി ക്യാപ്റ്റൻ ഇഷ്ടമാവുന്നില്ല. അയാൾ ഒരു വലിയ റോബോട്ടിനെ ഉണ്ടാക്കി അതിൽ കയറി ഇയാളുടെ അടുത്തേക്ക് വരുന്നു. ഇയാൾക്ക് ആ റോബോട്ടിനോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ക്യാപ്റ്റൻ അയാളെ വലിയ മനുഷ്യരുടെ സ്ഥലത്ത് കൊണ്ടാക്കുന്നു. അവിടെ ഇയാൾ ഒരു കുഞ്ഞു മനുഷ്യനായി തോന്നുന്നു. അവിടെ ഒരു കൊച്ചുകുട്ടി ഇയാളെ അവളുടെ ടോയ് ആക്കി മാറ്റുന്നു.